ഞാനും എൻ്റെ ചങ്ങായി ഇന്ന് എവിടെയെങ്കിലും പോകാൻ വിചാരിച്ച്. ഞാൻ നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഓളെ വിളിച്ച് പറഞ്ഞാൽ നമുക്കെന്നാൽ എവിടെയെങ്കിലും പോയി എന്തെങ്കിലും തിന്നിട്ട് വരാം. ഓളും പറഞ്ഞ് എന്നാൽ പിന്നെ അങ്ങ് പോവാം. ഇതാണ് എൻ്റെ ചങ്ങായി കേട്ടോ. എങ്ങനെയുണ്ട്, ക്യൂട്ടല്ലേ? അങ്ങനെ നമ്മൾ കണ്ണൂരെത്തി. ആടെ എത്തിയിട്ട് നമുക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. എവിടെയാ പോകണ്ടേ ഒന്നും ഒരു ഐഡിയ ഇല്ല. എന്നാൽ പിന്നെ ഗൂഗിൾ മാപ്പ് ഇട്ട് നടക്കാൻ നമ്മൾ വിചാരിച്ച്. അങ്ങനെ മാപ്പ് ഇട്ട് നമ്മളിങ്ങനെ ഓരോ സ്ഥലത്തേക്ക് കടന്ന്. പിന്നെ നമ്മൾ വിചാരിച്ചു എന്നാൽ പിന്നെ മാർക്കറ്റിലേക്ക് കയറാമെന്ന്. മാർക്കറ്റിൽ കയറി അങ്ങനെ കുറേ ഉണ്ടല്ലോ തിന്നാനേ. അങ്ങനെ നമ്മൾ മാർക്കറ്റിൽ കയറി. നമ്മൾ വന്നിരുന്ന് കണ്ണൂരുള്ള ഏകദേശം എല്ലാവരും അറിഞ്ഞു. അല്ലെങ്കിൽ അതങ്ങനെ ആണല്ലോ. എന്നിട്ട് നമ്മൾ കല്ലുമ്മക്കായ് ബിരിയാണി തിന്നാൻ വേണ്ടിയിട്ട് പോയി. ഇതാണ് കല്ലുമ്മക്കായ് ബിരിയാണീൻ്റെ നല്ലൊരു സ്പോട്ടാണ് ഗൈസ്. നമ്മളാടെ എത്തി. മേലെല്ലാം നമ്മൾ കയറിയിരുന്ന്. നമ്മൾ ആടെ ആദ്യമായിട്ട് പോകുന്നതായതുകൊണ്ട് അതിൻ്റെ ഒരു ഇതെല്ലാം ഉണ്ടായിരുന്നു. നമ്മളങ്ങനെ അവിടെ പോയി ഒരു കല്ലുമ്മക്കായ് ബിരിയാണിയും ഒരു ചെമ്മീൻ ബിരിയാണി ഓർഡർ ചെയ്ത്. കുറച്ച് സമയം കാത്ത് നിന്നിട്ട് ബിരിയാണി കിട്ടാൻ. പക്ഷേ ബിരിയാണി അടിപൊളിയായിരുന്നു ഗൈസ്. നമുക്ക് തിന്നതിന് നമുക്ക് നിർത്താൻ തോന്നൂല, അത്രക്കും ടേസ്റ്റായിരുന്നു ഗൈസ്. പക്ഷേ ബില്ല് വന്നാൽ നമ്മൾ ചെറുതായിട്ടൊന്ന് നിർത്തി. പിന്നെ എന്തായാലും മേടിച്ചല്ലേ, ബില്ല് വേറെ ആരോടുണ്ടെങ്കിലും കൊടുപ്പിക്കാൻ വിചാരിച്ച് നമ്മളതെല്ലാം അങ്ങ് തിന്ന് തീർത്ത്. അങ്ങനെ ബിരിയാണിയെല്ലാം തിന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ഏച്ചീനെ വിളിച്ച് ബില്ല് കൊടുപ്പിച്ച്. കുറേ അല്ല കേട്ടോ, കുറച്ച്. അത് കഴിഞ്ഞ് ആടെ ഇരുന്ന് കുറച്ച് സമയം വർത്താനെല്ലാം പറഞ്ഞ് നമ്മൾ നടക്കാൻ തുടങ്ങി. നമ്മളാണെങ്കിൽ കുറേ കാലത്തെ വിശേഷങ്ങളെല്ലാം പറഞ്ഞാണ് നടക്കുമ്പോൾ ഓട് പറഞ്ഞ് അടക്കരാ ഇടക്കരാ ഉള്ള സൈഡിലുള്ള വീഡിയോയെല്ലാം കാണണം. 5 പൈസ ഇല്ലെങ്കിലും എല്ലായിടത്തും കയറണം, അതാണ് മെയിൻ. അങ്ങനെ നമ്മൾ കുറേ നടന്ന് അവിടെ കഴിഞ്ഞാൽ ഒരു പീടിയൻ്റെ റോഡ് പറഞ്ഞാൽ എനിക്ക് എന്തായാലും ഇവിടെ കയറണം. എന്തിനാണെന്നൊന്നും അറിയില്ല. ഒരു ഡ്രസ്സിൻ്റെ പീടിയനും ഗൈസ് ഒക്കെ എന്തായാലും അവിടെ കയറണം നിർബന്ധം. എന്നിട്ട് പിന്നെ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ കയറുമ്പോൾ തന്നെ ആ ഏട്ടനോട് പറഞ്ഞു കരുത് നോക്കാൻ കയറുന്ന ഏട്ടാന്ന്. അപ്പോൾ ആ ഏട്ടൻ കുറച്ച് സമയം നമ്മൾ നിന്നപ്പോൾ തന്നെ ആ ഏട്ടൻ പറഞ്ഞ് കഴിഞ്ഞില്ലേ മോളെ എന്നാൽ പോടുന്നു. പിന്നെ നമ്മളത് കേട്ടിട്ട് അങ്ങ് ഇറങ്ങി. അങ്ങനെ മൂഞ്ചി തെറ്റിയ കഥയെല്ലാം പറഞ്ഞ് നമ്മൾ ബസ് സ്റ്റാൻഡിലോട്ട് നടന്ന് ഗൈസ്. അവിടെ നടന്ന റോഡ് പറഞ്ഞ് ഫോട്ടോ എടുക്കുക. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോ എല്ലാം എടുത്ത് പിന്നെ നമ്മൾ ഷെയ്ക്ക് കുടിക്കാൻ കയറിയാൽ പിന്നെ അവിടെ നിന്ന് കുറച്ച് അങ്ങനെയെല്ലാം കളിച്ച് അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഷെയ്ക്ക് കുടിക്കാൻ വേണ്ടി ഷെയ്ക്കെല്ലാം ഓർഡർ ചെയ്ത് വന്ന്. ഷെയ്ക്ക് വന്നേരം ഓട് പറഞ്ഞ് എനിക്ക് ബസ് പോയി ഇരുന്ന് കുടിക്കണം, ഇവിടുന്ന് കുടിക്കാൻ മൂടില്ല. പിന്നെ കുറേയെല്ലാം അവിടെ നിന്ന് കുടിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ഓൾ കുടിച്ചില്ല. അങ്ങനെ നമ്മൾ ബസ്സിലേക്ക് തന്നെ നടന്ന് ഗൈസ്. അതെല്ലാം പാഴ്സലാക്കി ബസ് കയറി ഇരുന്ന് കുടിക്കാൻ വേണ്ടി ബസ്സിൽ പോയി. ഇതായിരുന്നു നമ്മളെ ബസ് ഗൈസ്. അങ്ങനെ നമ്മൾ ബസ് കയറി ഇരുന്ന് ഷെയ്ക്കെല്ലാം കുടിച്ച്. ആളെ ഷെയ്ക്ക് കുടിച്ചേരാന്ന് നോക്കുക ആ കാര്യം ഓർമ്മ വന്നേ. നമ്മളവിടുന്ന് 2 സ്ട്രോ അടിച്ച് മാറ്റിയിട്ടുണ്ടായിരുന്നു ഗൈസ്. ഒന്നെൻ്റെത് ഒന്ന് ഓളയായിരുന്നു. ഓള് തിന്ന് തീർത്ത് ആ സ്ട്രോ. എന്നിട്ട് ഒക്കെ എൻ്റെ വേണമെന്ന് അത്രക്ക് വാശി. എനിക്ക് മനസ്സോളെ ഞാൻ ആ സ്ട്രോക്ക് കൊടുത്ത്. പിന്നെ എന്ത് ചെയ്യാനാ, പിന്നെ അതിട്ട് കുടിച്ചേരാന്ന് ഓളെ ആ ഒരു സമാധാനം ഞാൻ കണ്ടത്. അത് കഴിഞ്ഞേരം എൻ്റെ സ്ഥലം എത്തിയാലും ഞാനും ഇറങ്ങി. ഓളെ